മോഹൻലാലും ശോഭനയും ഈ കോംബോ കാണാൻ വലിയ ആകാംക്ഷയോടെയാണ് പ്രേക്ഷകർ ഒരേപോലെ കാത്തിരിക്കുന്നത്. കാരണം വർഷങ്ങൾക്ക് ശേഷം നൊസ്റ്റാൾജിക് കോംബോ ഒന്നിക്കുമ്പോൾ അതിൽ എന്തൊക്കെ വ്യത്യസ്തതയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. ഒരു കാലത്ത് മലയാളികൾ ആഘോഷിച്ച ഒരു ലവ് ബേർഡ്സുകളായിരുന്നു മോഹൻലാലും ശോഭന ഒരുമിച്ചെത്തിയ നിമിഷങ്ങളൊക്കെ. അവരാ ഒന്നിക്കുന്നത് എന്നറിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാം അവർ എത്രമാത്രം സ്വീകരിക്കപ്പെട്ട ഒരു കോംബോയാണ് എന്നത്. ഇന്നത്തെ കാലത്ത് ഇന്നത്തെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് ആ മോഹൻലാലും ശോഭനയും വലിയൊരു വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുമ്പോൾ നല്ല പ്രായമായ കുടുംബമായ 2 കുട്ടികളുള്ള ഒരു അച്ഛനും അമ്മയുമായി എത്തുമ്പോൾ എങ്ങനെയായിരിക്കും അവരെത്തുക? അതൊരു ഒറ്റ പാട്ടുകൊണ്ട് നമ്മളെ മനസ്സിലാക്കി തന്നു. ഒരു സന്തോഷകരമായ ഒരു കൊച്ചു കുടുംബം, ആ കൊച്ചു കുടുംബത്തിലെ രസകരമായ നിമിഷങ്ങൾ പകർന്നെടുത്ത ഒരു പാട്ടാണ് നമ്മുടെ മുന്നിലേക്ക് ഇന്നേ ദിവസം എത്തിയിരിക്കുന്നത്. മോഹൻലാലും ശോഭന എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന തുടരും എന്ന സിനിമയിലെ ആദ്യ ഗാനം റിലീസ് ചെയ്തു. കൺമണി പൂവേ എന്ന് തുടങ്ങുന്ന ഗാനമാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. ലിറിക്കൽ വീഡിയോ എന്ന രീതിയിലാണ് പുറത്തു വന്നിരിക്കുന്നത്. MG ശ്രീകുമാറാണ് ഗാനം പാടിയിരിക്കുന്നത്. ജേക്സ് ബിജോയ് സംഗീതം നൽകിയിരിക്കുന്ന ഗാനത്തിന് വരികൾ രചിച്ചിരിക്കുന്നത് BK ഹരിനാരായണനാണ്. മോഹൻലാലും ശോഭനയും 20 വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് തുടരും. 2004 ജോഷി സംവിധാനം ചെയ്ത മാമ്പഴക്കാലത്തിലാണ് ഇരുവരും അവസാനമായി ജോഡികളായത്. 2009 റിലീസ് ചെയ്ത സാഗർ ഏലിയാസ് ജാക്കി എന്ന ചിത്രത്തിലും ഇരുവരും ഒന്നിച്ചഭിനയിച്ചിരുന്നു. തരുൺമൂർത്തി അടുത്തിടയ്ക്ക് ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു തന്റെ അച്ഛനും അമ്മയും തന്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയ ചില നിമിഷങ്ങൾ അത് മോഹൻലാലിനും ശോഭനയിലൂടെ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നു എന്ന രീതിയിൽ. ഒരു തുണി മടക്കി വെക്കുന്ന സീനാണ് ആദ്യം അവർ തമ്മിൽ എടുത്തത് എന്ന് പറയുമ്പോൾ ആ ഒരു സീനിൽ നിന്ന് തന്നെയാണ് സോങ് ആരംഭിക്കുന്നത്. മോഹൻലാലിന്റെയും ശോഭനയുടെയും ആ ഒരു സീൻ ആദ്യം തന്നെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഗംഭീരമായ ചില മുഹൂർത്തങ്ങൾ ഒക്കെ കോർത്തിണക്കിയ ഒരു ഗംഭീര മൊമെന്റുകൾ സമ്മാനിക്കുന്ന ഒരു ചിത്രമായിരിക്കും തുടരുമെന്ന് പറയാൻ കഴിയും. ഈ ഗാനത്തിലൂടെ അതൊക്കെ തന്നെയാണ് തരുൺമൂർത്തി നമുക്ക് കാണിച്ചു തന്നത്. മോഹൻലാൽ ശോഭന കോംബോയിലെ ആ രസകരമായ നല്ല നിമിഷങ്ങൾ. ഒരു ഫാമിലി ഡ്രാമ സ്വഭാവത്തിൽ ഒരുങ്ങുന്ന തുടരുമെന്ന സിനിമയിൽ ഒരു സാധാരണ ടാക്സി ഡ്രൈവറുടെ വേഷത്തിലാണ് മോഹൻലാൽ എത്തുന്നത്. ചിത്രത്തിലെ നടന്റെ കഥാപാത്രത്തെ കണ്ടപ്പോൾ ഭ്രമരത്തിലെ മോഹൻലാലിനെ ഓർമ്മ വന്നു എന്നാണ് ഛായാഗ്രഹൻ ഫാസിൽ സിദ്ദിഖ് ഈ അടുത്ത ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയത്. അങ്ങനെയുള്ള മുഹൂർത്തങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാം. ഓപ്പറേഷൻ ജാവ, സൗദി വെള്ളക്ക എന്നീ 2 വർഷങ്ങൾക്ക് ശേഷം തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത്. രജപുത്ര വിഷ്വൽ മീഡിയയുടെ ബാനറിൽ M രഞ്ജിത്ത് ആണ് ചിത്രം നിർമ്മിക്കുന്നത്. ചിത്രത്തിന് തിരക്കഥ ഒരുക്കുന്നത് തരുൺമൂർത്തിയും KR സുനിലും ചേർന്നാണ്. അങ്ങനെ നമ്മുടെ മുന്നിലേക്ക് ഗാനം എത്തിയപ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഒരു നിമിഷം എന്റെ മനസ്സ് നാടോടിക്കാറ്റിലേക്ക് എത്തി എന്നത്. ഈ കോംബോ കാണാൻ തന്നെയാണ് പ്രേക്ഷകർ ഈ ഗാനം കാണാൻ ഓടിയെത്തിയത്. അതുതന്നെയാണ് അവർക്ക് കിട്ടിയതും. മൂപ്പരുടെ ചിരി കാണുമ്പോൾ തന്നെ നമ്മളും വായളിച്ച് നിന്ന് പോകും എന്നതൊക്കെ അവർ പറയുന്നുണ്ട്. എങ്ങു നിന്നും ഈ പാട്ടിന് ഗംഭീര അഭിപ്രായമാണ് ലഭിക്കുന്നത്. ഓരോ പോസ്റ്റുകളും ഇതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അവർക്ക് ലഭിച്ചിരിക്കുന്നത് ഒരു ഗംഭീര സോങ്ങും മോഹൻലാൽ ശോഭന കോംബോയുടെ ഏറ്റവും ഗംഭീര നിമിഷങ്ങളുമാണ്. എനിക്ക് ഈ സോങ് വീണ്ടും വീണ്ടും കാണാൻ തോന്നുന്നു എന്ന് പറയുമ്പോൾ ആ വിഷ്വൽസ് എത്രമാത്രം ഇമ്പാക്ട് ഉണ്ടാക്കി എന്നതാണ്. ഇനി അതിന്റെ വീഡിയോ സോങ് കൂടി എത്തിയാൽ എത്രമാത്രം അത്ഭുതകരമായ നിമിഷങ്ങൾ സമ്മാനിക്കുമെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രേക്ഷകർ ഒരേപോലെ സോഷ്യൽ മീഡിയയിൽ എത്തിയ നിമിഷങ്ങൾ ഇന്നേ ദിവസം കാണാനായി. ഈ പാട്ടിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് MG ശ്രീകുമാർ പാടുന്നത് തന്നെയാണ്. MG ശ്രീകുമാറിന്റെ ശബ്ദത്തിൽ നല്ലൊരു പാട്ടിൽ മോഹൻലാലും ശോഭനയും വർഷങ്ങൾക്കിപ്പുറം കോട്ടം തട്ടാതെ പഴയ കെമിസ്ട്രിയോടെ എന്തൊരു രസമാണ് കാണാൻ എന്നത് പ്രേക്ഷകർ തന്നെ പറഞ്ഞു വയ്ക്കുന്നു. കിഡു സോങ് എന്ന് തന്നെയാണ് ഓരോ പ്രേക്ഷകനും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചുകൊണ്ട് ഈ ഗാനത്തിന്റെ അഭിപ്രായം പറയുന്നതും. ആദ്യ കേൾവിൽ തന്നെ ഇഷ്ടമായ നിമിഷം, ആദ്യ കേൾവിൽ തന്നെ ഇഷ്ടമായ പാട്ട്, അന്ന് പ്രമോയിൽ തന്നെ ഇഷ്ടമായവർ ഇന്ന് പാട്ട് കേട്ട് അതിലും ഇഷ്ടം പ്രകടിപ്പിക്കുകയാണ്.